എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഒരു പ്രോഗ്രാമുണ്ട്, അതായത് വല്ലങ്ങി വരെ ഒന്ന് പോകണം. ഒരു ഫുഡിൻ്റെ ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടേക്ക് പോവുകയാണ്. അപ്പം ഞാൻ മാത്രമല്ല, ചെറിയമ്മയുണ്ട്. അപ്പം ഞങ്ങൾ നടന്നിട്ടാണ് പോകുന്നത്. അപ്പം ചെറിയമ്മ റെഡി ആയിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകാനുള്ള പ്ലാനാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ SNDP ഹാൾ എന്ന് പറയും. ഇവിടെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ, ഞങ്ങൾ റോഡെത്തി. ഇവിടെ ഭയങ്കര തിരക്കാണ്. അതായത് നമ്മുടെ കൂടുതലൊരു പാലത്ത് അവിടെ പണി നടക്കുന്നതുകൊണ്ട് എല്ലാ വണ്ടികളും ഇത് കൂടെ വരുന്നത്. അതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ്. പറഞ്ഞു വെച്ചാൽ നടക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങളിങ്ങനെ പാട്ടും പാടി രണ്ടാളും കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ നോക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഫോണും പിടിച്ച് വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുമ്പോൾ എന്താ അത്, ഇവരെന്താ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞങ്ങളതൊന്നും മൈൻഡ് ആക്കിയില്ല. ഇങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്നു. അവർ 10 മണിക്കാണ് അവർ വരാൻ പറഞ്ഞത്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ 10:30 ഞങ്ങൾ നടന്നു പോകണമല്ലോ. ആ പോകണോ പോകണ്ടയോ എന്ന ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾക്ക് ആദ്യം. പിന്നെ എന്തായാലും ഫുഡിൻ്റെ ക്ലാസ് അല്ലേ, അവരിങ്ങനെ കുറേ പലഹാരങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ച് തരും. അതാണ് മെയിനായിട്ട് ക്ലാസ്. അപ്പം ഇങ്ങനെ ഉണ്ണിയപ്പം, അച്ചപ്പം, കുഴലപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും നമുക്കില്ലല്ലോ, ഉണ്ടായ വീട്ടിലിരിക്കില്ല. അപ്പോൾ അവർ പറഞ്ഞ് 26 ദിവസത്തെ ക്ലാസ്സാണ്. 15 ദിവസം അങ്ങനെയാണ് ലൈവ് ക്ലാസ് ഉള്ളത്. ബാക്കിയൊക്കെ ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ നടന്ന് വല്ലങ്ങി സ്കൂളെത്തി. ആ വല്ലങ്ങി സ്കൂളിൻ്റെ ഈ സൈഡിൽ കൂടെ പോയെന്ന് വെച്ചാൽ SNDP ഹാളിലേക്ക് അടുത്താണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ എത്താറായി. അവർ വിളിച്ചു, എന്താ വരുന്നില്ലേന്ന് ചോദിച്ച് വിളിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഇത്ര സ്പീഡിൽ നടക്കണത്. അങ്ങനെ ഞങ്ങൾ എത്താറായി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ അവർ ക്ലാസ് തുടങ്ങിയിരുന്നു. ഒരാൾ ഇനി ക്ലാസ്സിനെ കുറിച്ച് എന്താണ് ക്ലാസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആളിങ്ങനെ ഇരുന്ന് പറയായിരുന്നു. അപ്പോൾ ഇങ്ങനെ അതൊക്കെ ഞങ്ങളവിടെ നിന്ന് കേട്ടു. അത് കഴിഞ്ഞിട്ടൊരു എക്സാം ഉണ്ടെന്ന് പറഞ്ഞു. അതായത് അവർ കുറേ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇതിലൊക്കെ നമുക്ക് സമ്മതമാണോ, വിയോജിക്കുന്നുണ്ടോ, സമ്മതിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ ഒരു ഫോം ഉണ്ടായിരുന്നു, നമ്മളതും ഫില്ലൊക്കെ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവർ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. 4 പേര് തമ്മിൽ പോയിട്ട് താഴെ പോയിട്ട് ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ഈ ഫുഡിനൊക്കെ എന്ത് ഇൻ്റർവ്യൂ എന്ന്. അപ്പോൾ അവർ 120 പേരാണ് ഇവിടെ വന്നത്. അതിൽ 55 പേര് അങ്ങനെ എടുക്കുള്ളൂ. അപ്പം അതുകൊണ്ട് കുറച്ച് ഞങ്ങൾ സെലക്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിൽ ഞങ്ങളിങ്ങനെ ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ പേര് ഇങ്ങനെ താഴോട്ട് പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഏറ്റവും അവസാനമാണല്ലോ പോയത്. അതുകൊണ്ട് ഞങ്ങൾ അവസാനം വിളിച്ചത്. എന്നിട്ട് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ അങ്ങനെ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീട് പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് വൈകുന്നേരം പണിക്കാർക്ക് ചായ കൊടുക്കണം. അതുകൊണ്ട് പാലില്ല. അപ്പോൾ ഞാൻ പാലും മേടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ കടയിലോട്ട് കയറി. കടയിൽ കയറിയത് പിന്നെ എല്ലാവർക്കും കടയിൽ കയറി അങ്ങനെ ആണല്ലോ. കടയിൽ കയറിയത് അവരെന്തെങ്കിലും, ഞാൻ പാലിന് വേണ്ടിയിട്ടാണ് പോയത്. അവർ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ ആ പാട്ടും പാടി ഇങ്ങനെ നടന്നു വീട്ടിലോട്ട് നടന്നു. എന്നിട്ടും കണ്ടില്ലേ, റോട്ടിൽ കണ്ടോ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ്. വലിയ വലിയ വണ്ടികളൊക്കെയാണ് കേട്ടോ മൊത്തം വരണത്. പൊടി അതിലേറെയാണ്. എന്നിട്ട് ഇങ്ങനെ നടന്ന് ഞങ്ങളിങ്ങനെ വീടെത്താറായി. ഉച്ചയായിട്ടോ, ഒരു മണിയൊക്കെ ആയി കാണും. ഞങ്ങൾ വീടെത്താറായി. ഇന്ന് മോന് ഉച്ചവരെ സ്കൂളുള്ളൂ, കാരണം അവന് എക്സാമാണ്. അതുകൊണ്ട് അവൻ വീട്ടിൽ വന്നിട്ടുണ്ടാവും. ഫുഡ് കൊടുക്കണം. അപ്പോൾ അവനെത്തി. അവൻ ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവനിങ്ങനെ ഇരിക്കുകയാണ്. നോക്കുമ്പോൾ അവൻ സ്നാക്സ് കഴിക്കുകയാണ്. അന്ന് എന്നെ കണ്ടില്ലല്ലോ, അപ്പോൾ വേഗം എടുത്ത് വിശപ്പിക്കും. എന്നാലും ഭക്ഷണം കഴിക്കില്ല, വേഗം വന്ന് സ്നാക്സൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. ഞാൻ പിന്നെ വേഗം ബാഗ് കൊണ്ടുപോയി വെച്ചു, റൂമിൽ കൊണ്ടുപോയി വെച്ചു. നല്ല വിശപ്പുണ്ട്. ഇങ്ങനെ വേഗം പോയി കൈയൊക്കെ കഴുകി വേഗം ഫുഡ് എടുത്തു. ഫുഡ് പ്രത്യേകിച്ചൊന്നുമില്ല, പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഒരു ഒഴിച്ചുകറിയും ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു. അതോട്ടി കഴിച്ചു. ഇതാണ് സംഭവം. അതോട്ടി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം പോയി കിടന്നു. 3 മണിയാകുമ്പോൾ ഞാൻ ചായയും കൊണ്ട് വന്നു. ഇതാണ് നമ്മുടെ വീട്. അപ്പം വീട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറയാം. അപ്പോൾ അവർക്ക് ചായ കൊണ്ടുവന്നു. അവർ 8 പേരാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് ചായയൊക്കെ കൊണ്ടുവന്ന് ഞാൻ ചായ കുടിച്ചു കഴിഞ്ഞു കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് ചായയൊക്കെ കൊടുത്തു. ഇതിലായിരുന്നു ഞാൻ കൊണ്ടുവന്നത്. എന്നിട്ട് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഇനി വീട്ടിലോട്ട് പോകണമല്ലോ, അവിടെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ തിരിച്ച് ഞാൻ പോവുകയാണ്. ഞാൻ സ്കൂട്ടിയിലാണ് വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളിലേക്കുള്ള റോഡാണ് കേട്ടോ, നമ്മൾക്ക് മാത്രമുള്ള റോഡാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ നടക്കണം. ഇതാണ് എൻ്റെ സ്കൂട്ടി. മുന്നൊരു സ്കൂട്ടീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പുതിയ സ്കൂട്ടിയുടെ. ആ സ്കൂട്ടിക്ക് കിട്ടിയിട്ടില്ല. അത് നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല, ഷോറൂമിലാണ് ഇത്. അപ്പം ഇതാണ് എൻ്റെ നിലവിലത്തെ സ്കൂട്ടി.
എന്നിട്ട് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നമ്മൾ തിരുവാതിര പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരുവാതിര കളിക്കാനുള്ളവരൊക്കെ വന്നു. അങ്ങനെ നമ്മൾ തിരുവാതിരയൊക്കെ പ്രാക്ടീസ് ചെയ്തു. ഇതിപ്പോൾ മോളാണ് കേട്ടോ ഇത് വീഡിയോ എടുത്തത്. നമ്മൾ തിരുവാതിര ഒരു 7 മണി വരെ ഉണ്ടായിരുന്നു. നമ്മളതിനെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ 7 മണിയായപ്പോൾ എല്ലാവരും പോയി. പിന്നെ വൈകുന്നേരത്തെ ഭക്ഷണം അങ്ങനെ ഫുഡെല്ലാം നമ്മൾ റെഡിയാക്കി. അത് കഴിഞ്ഞ് കുട്ടികൾ അവന് ട്യൂഷനും ഉണ്ട്. ട്യൂഷനൊക്കെ പോയി വന്നു. ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവനിങ്ങനെ പമ്പരൊക്കെ എടുത്ത് ഇങ്ങനെ കളിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.